ഇന്നൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രൈഡ് റൈസിൻ്റെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണിത്. ഇതിനു മുമ്പ് ഞാനൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയും ഡ്രാഗൺ ചിക്കൻ്റെ റെസിപ്പിയും ഒക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഒന്ന് എല്ലാവരും കണ്ടു നോക്കുക. അപ്പോൾ ഈ ചില്ലി ചിക്കൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ ഒരു മീഡിയം സൈസ് കോഴി മേടിച്ച് അത് ചില്ലി ചിക്കൻ്റെ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. എല്ലോട് കൂടിയിട്ടുള്ള പീസസ് ആണ് ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നത്. ബോൺലെസ് ചിക്കൻ പീസസ് വെച്ചിട്ടും നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കാവുന്നതാണ്. ഇതിന് വേണ്ടുന്ന ബാക്കി ചേരുവകൾ നോക്കാം. ഇഞ്ചി ഒരു 2 ഇഞ്ച് കഷ്ണവും വെളുത്തുള്ളി ഒരു 10 എണ്ണം നല്ലപോലെ മിക്സിയിലൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. ഇതാദ്യം ഈ ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് സോയാ സോസ് ആണ്. 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ്. കുരുമുളക് പൊടി 1 ടീസ്പൂൺ, ഗരം മസാല 1/2 ടീസ്പൂൺ, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ്, പാകത്തിന് ഉപ്പ് 1 ടീസ്പൂൺ ആണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഈ 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് ഉപ്പ് പാകമാണോ എന്ന് നോക്കിയതിന് ശേഷം വേണം ബാക്കി ഉപ്പ് ചേർത്ത് കൊടുക്കാൻ. ഞാൻ നോക്കിയപ്പോൾ ഇത്തിരി കുറവായിരുന്നു, അതുകൊണ്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുവാണ്. അതും കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സോയാ സോസ് മൊത്തം 3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് 2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത്ര ഇൻഗ്രീഡിയൻസ് ചേർത്ത് പുരട്ടി നമുക്ക് ഇതൊന്ന് 1 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂറിന് ശേഷം ഈ ചിക്കൻ പുറത്തോട്ട് എടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 കപ്പ് കോൺഫ്ലോറും 1/4 കപ്പ് മൈദയും 1 മുട്ടയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വെക്കണം. മുട്ടയും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടുപോയതാണ്, സോറി. അപ്പോൾ ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പുറത്തൊരു ചെറിയ കോട്ടിങ് പോലെയൊക്കെ വന്നിട്ടുണ്ട്. ഇതിനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇവിടെ പൊരിക്കാനായിട്ടൊരു ഫ്രൈയിങ് പാൻ എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഇനി പാകത്തിന് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലിൽ പൊരിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ ഡീപ് ഫ്രൈ ചെയ്യാനും മാത്രം ആവശ്യത്തിന് അത്രയും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇതിലോട്ട് നിരത്തിയിട്ടിട്ട് പൊരിച്ച് കോരിയെടുക്കണം. അങ്ങനെ എല്ലാ ചിക്കൻ പീസസും പൊരിച്ച് കോരിയെടുക്കാൻ പോവുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇങ്ങനെ പൊരിച്ചെടുക്കാനായിട്ട്. തിരിച്ചു ഇട്ടിട്ട് നല്ലപോലെ മൊരിയുന്ന രീതിയിൽ കോരിയെടുക്കുക. അപ്പം അത് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി ഈ ചില്ലി ചിക്കൻ്റെ ഗ്രേവി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഞാൻ ഉണ്ടാക്കുന്നത് 1.5 കിലോയോളം ചിക്കൻ്റെ പീസസ് വെച്ചിട്ടാണ് ഈ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റീസും ആണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 1/2 കിലോ ചില്ലി ചിക്കൻ്റെ പീസസ് വെച്ചിട്ട് ഉണ്ടാക്കേണ്ട ഇൻഗ്രീഡിയൻസും അതിൻ്റെ ക്വാണ്ടിറ്റീസും എത്രത്തോളം വേണം എന്നുള്ളത് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എഴുതി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി എളുപ്പമായിരിക്കും. ഗ്രേവിക്ക് വേണ്ടുന്ന 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 2 ഇഞ്ച് പീസ് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത് ആദ്യം ചേർത്ത് കൊടുത്ത് ഒന്ന് വഴന്നു വരുന്ന സമയത്ത് നമുക്ക് 12 വെളുത്തുള്ളി എടുത്ത് പൊടിയായിട്ട് അരിഞ്ഞ് അതും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 4 പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട്. പച്ചമുളക് എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 2 എണ്ണം കൂടി കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ടാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഒന്ന് വഴന്നു വരുമ്പോൾ 2 സവാള എടുത്ത് ക്യൂബായിട്ട് കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇവിടെ എനിക്ക് സവാള നീളത്തിലരിഞ്ഞത് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനത്തെ നീളത്തിലരിഞ്ഞ സവാള ചേർത്ത് കൊടുത്തതേ ഉള്ളൂ. നിങ്ങൾ കട്ട് ചെയ്യുമ്പോൾ ചില്ലി ചിക്കനൊക്കെ കിട്ടുന്ന പോലെ ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. 2 സവാള ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇത്ര ഇൻഗ്രീഡിയൻസ് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വഴന്നു വരുന്ന സമയത്താണ് ബാക്കി ഇൻഗ്രീഡിയൻസ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ സവാളയൊക്കെ ഒരുവിധം പാകമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലോട്ട് ഇട്ടതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ
കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ നിങ്ങളൊരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. എരിവ് അനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡർ ഉപയോഗിക്കാൻ കാരണം ഇതിന് എക്സ്ട്രാ കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ നല്ല ഒരു കളർ, റെഡ് കളർ കിട്ടും. ചെറിയ തീയിലിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ക്യാപ്സിക്കം ആണ്. ഒരു വലിയ ക്യാപ്സിക്കം ക്യൂബായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്ത ഉടനെ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. ഡാർക്ക് സോയാ സോസ് ആണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായി ചേർത്ത് കൊടുക്കേണ്ടത് 1/4 കപ്പ് ടൊമാറ്റോ സോസാണ്. ടൊമാറ്റോ സോസും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി 1 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം പൊരിച്ചു വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് എല്ലാം കൂടി ചേർത്ത് കൊടുക്കുക. നല്ല പോലെ കോട്ടിംഗ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഇളക്കി ചിക്കൻ പീസസിൽ ഈ മസാലയൊക്കെ കോട്ട് ചെയ്തിരിക്കുന്ന രീതിയിൽ ആക്കിയെടുക്കുക. ഇങ്ങനെ ഈ മസാലയിൽ ചിക്കനൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2.5 കപ്പ് വെള്ളമാണ് ഇത്രയും ചിക്കനിന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ് അത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ഗ്രേവി വേണോ അത്രത്തോളം വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഈ ചിക്കനൊക്കെ നികക്കെ വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളവും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിലിട്ട് ഒന്ന് തിളപ്പിക്കുക. നല്ലതുപോലെ തിളച്ചു വരുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി ഇതിൻ്റെ പുറത്തോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെള്ളമൊക്കെ ചേർത്തിട്ട് നല്ലപോലെ തിളച്ച് വെന്തതിന് ശേഷം വേണം ഈ കോൺഫ്ലോറിൻ്റെ കൂട്ട് ചേർത്ത് കൊടുക്കാനായിട്ട്. കോൺഫ്ലോറും കൂടെ ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഇതിന് നല്ലൊരു കുറുകൽ വരും. അപ്പോൾ പാകത്തിനുള്ള കുറുകലും ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വെള്ളത്തിൻ്റെ അളവൊക്കെ ഞാൻ ഈ പറഞ്ഞത് കറക്റ്റ് ആയിരുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ എത്രത്തോളം ലൂസ് വേണോ അത്രത്തോളം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുത്ത് ഗ്രേവി ഉണ്ടാക്കിയെടുക്കാം. കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. അതിനുശേഷം തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിലോട്ട് സ്പ്രിംഗ് അണിയൻ കട്ട് ചെയ്തിട്ട് ഇടാം. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പുറത്തോട്ട് കേട്ടോ. അതായത് ഒരു വലിയ ക്യാപ്സിക്കത്തിന്റെ 1/4 ഭാഗമാണ് ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് ഓപ്ഷണൽ ആണ്, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മാത്രം മതി. ഈ ക്യാപ്സിക്കം കൂടി ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുള്ളതുകൊണ്ട് ഇത് ചില്ലി ചിക്കൻ കഴിക്കുന്ന സമയത്ത് ക്യാപ്സിക്കം കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. കളറോ യാതൊന്നും ചേർക്കാതെ തന്നെ നല്ല റെഡ് കളറിലുള്ള ചില്ലി ചിക്കനാണ് ഇവിടെ റെഡിയായിരിക്കുന്നത്. അത് കാശ്മീരി ചില്ലി പൗഡർ ചേർത്തുകൊണ്ട് മാത്രമാണ് ആ കളർ കിട്ടിയിരിക്കുന്നത്. സ്ഥിരം നമ്മൾ മുളക് പൊടി വാങ്ങുന്ന ഒരു കടയുണ്ട്. ഇടയ്ക്ക് ഞങ്ങൾ മുളക് വാങ്ങി പൊടിപ്പിച്ച് ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ മുളക് പൊടിക്ക് ഒരു പ്രത്യേകത തന്നെയുണ്ട്. അതുകൊണ്ട് ഈ കറികളിലെല്ലാം അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയും കളറും എല്ലാം കിട്ടും. ഇവിടെ ഇപ്പം ചില്ലി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് പൊറോട്ടയുടെ ഒപ്പം ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പമൊക്കെ കഴിക്കാം. ഇവിടെ ഇന്ന് പൊറോട്ട ആയിരുന്നു. പൊറോട്ടയുടെ ഒപ്പമാണ് ഈ ചില്ലി ചിക്കൻ ഇന്നിവിടെ സെർവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യുക. അപ്പം മറ്റൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു. ബൈ.